നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ ഫ്രം സ്റ്റോൺ ടു മെറ്റൽ എന്ന സെക്കൻഡ് ചാപ്റ്റർ ആണ്. പാഠത്തിൻ്റെ തേർഡ് പാർട്ടാണിത്. ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്കായി വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ടാലന്റ് ഹാൻഡ്. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾറെഡി ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിലൂടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബ്രോൺസ് ഏജിനെ കുറിച്ച് പഠിച്ചു. കൂട്ടുകാരെ, ഇനി നമുക്ക് കുറച്ച് സിവിലൈസേഷൻസ് പരിചയപ്പെടാം. ആദ്യമായി നമ്മൾ പരിചയപ്പെടുന്ന സിവിലൈസേഷൻ്റെ പേരാണ് ദ മെസോപ്പൊട്ടാമിയൻ സിവിലൈസേഷൻ. എന്താണ് ദ മെസോപ്പൊട്ടാമിയൻ സിവിലൈസേഷൻ? എല്ലാവരുടെയും കയ്യിൽ ടെക്സ്റ്റ് ബുക്കില്ലേ? ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവർ സ്ക്രീനിൽ ശ്രദ്ധിക്കണേ. ദ മെസോപ്പൊട്ടാമിയൻ സിവിലൈസേഷൻ flourished in the valleys between the Euphrates and the Tigris rivers. യൂഫ്രട്ടീസ്, ടൈഗ്രിസ് എന്നീ നദീതീരങ്ങളിലാണ് മെസോപ്പൊട്ടാമിയൻ സിവിലൈസേഷൻ നിലനിന്നിരുന്നത്. ദ വേർഡ് മെസോപ്പൊട്ടാമിയ മീൻസ് ദ ലാൻഡ് ബിറ്റ്വീൻ റിവേഴ്സ്. മെസോപ്പൊട്ടാമിയ എന്ന വാക്കിൻ്റെ അർത്ഥം രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം. എന്താണ് രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം? ഇറ്റ് ഈസ് നൗ ഇൻ ഇറാഖ്. ഈ പ്രദേശം ഇപ്പോൾ ഉള്ളത് ഇറാഖിലാണ്. ദ ക്യൂനിഫോം സ്ക്രിപ്റ്റ് ഇവോൾവ്ഡ് ഇൻ മെസോപ്പൊട്ടാമിയ. ക്യൂനിഫോം സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ക്യൂനിഫോം ലിപി മെസോപ്പൊട്ടാമിയയിലാണ് രൂപം കൊണ്ടത്. ദ സിഗ്രാറ്റ്സ് ആർ ദ മേജർ റിമെയിൻസ് ഓഫ് ദിസ് ഗ്രേറ്റ് സിവിലൈസേഷൻ. ഈ സിവിലൈസേഷൻ്റെ അവശിഷ്ടങ്ങളാണ് സിഗ്രാത്തുകൾ. കൂട്ടുകാരെ, ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ക്യൂനിഫോം സ്ക്രിപ്റ്റിനെ കുറിച്ചും സിഗ്രാറ്റ്സിനെ കുറിച്ചും ഒരു ചെറിയ കുറിപ്പ് തന്നിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കിയാലോ? ദ ക്യൂനിഫോം ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് നോൺ സ്ക്രിപ്റ്റ്സ്. വളരെ പുരാതനമായ എഴുത്ത് ലിപികളിൽ ഒന്നാണ് ക്യൂനിഫോം സ്ക്രിപ്റ്റ്. ഇറ്റ് വാസ് ഡെവലപ്ഡ് ഇൻ ദ റീജിയൻ ഓഫ് സുമേർ. സുമേറിലാണ് ഇത് ആരംഭിച്ചത്. ദ സ്ക്രിപ്റ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ വെഡ്ജ് ഷേപ്പ്ഡ് പിക്ടോഗ്രാഫിക് മാർക്സ് ഓൺ ക്ലേ ടാബ്ലറ്റ്സ്. വെഡ്ജ് ഷേപ്പിലുള്ള ആപ്പിൻ്റെ രൂപത്തിലുള്ള ഒരു ചിത്രലിപിയാണിത്. കളിമണ്ണിൻ്റെ പാളികളിലായിരുന്നു ഇത് എഴുതിയത്. അടുത്തത് സിഗ്രാറ്റ്സ്. ദ സിഗ്രാറ്റ്സ് വർ ടെമ്പിൾ കോംപ്ലക്സസ്. സിഗ്രാത്തുകൾ എന്നത് ദേവാലയങ്ങളാണ്. ദ വാൾസ് ഓഫ് ദ സിഗ്രാറ്റ്സ് വർ ബിൽഡ് ഓഫ് ബേൺഡ് ബ്രിക്സ്. സിഗ്രാത്തുകളുടെ പുറംഭാഗം ചുട്ടെടുത്ത ഇഷ്ടികകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. It has been found that around 25 ziggurats were built in this area. 25ഓളം സിഗ്രാത്തുകൾ ഈ പ്രദേശങ്ങളിൽ നിർമ്മിക്കപ്പെട്ടതായി കണ്ടെത്തിയിട്ടുണ്ട്. The ziggurat in the city of Ur is still preserved. ഇവയിൽ ഉർ എന്ന നഗരത്തിലെ സിഗ്രാത്ത് ഇന്നും സംരക്ഷിക്കപ്പെടുന്നു. കൂട്ടുകാരി, ഇനി നമുക്ക് മെസോപ്പൊട്ടാമിയൻ സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെട്ടാലോ? In which river valley did the Mesopotamian civilization flourish? ഏത് നദീതീരത്താണ് മെസോപ്പൊട്ടാമിയൻ സിവിലൈസേഷൻ നിലനിന്നിരുന്നത്? ഏതൊക്കെയാണ്? In the valley between the Euphrates and the Tigris rivers. What is mean by the word Mesopotamia? മെസോപ്പൊട്ടാമിയ എന്ന വേർഡിൻ്റെ അർത്ഥം എന്താണ്? The land between rivers. Where is this region situated today? ഇപ്പോൾ എവിടെയാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്? ഇറാഖ്. വാട്ട് ആർ സിഗ്രാറ്റ്സ്? സിഗ്രാറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സിഗ്രാറ്റ്സ് വർ ദ ടെമ്പിൾ കോംപ്ലക്സസ് ഇൻ മെസോപ്പൊട്ടാമിയ. ഇൻ വിച്ച് ഏഷ്യൻ സിറ്റി ഈസ് എ സിഗ്രാറ്റ് സ്റ്റിൽ പ്രിസർവ്ഡ്? വാട്ട് വാസ് ഇറ്റ്സ് ബിൽഡിംഗ് ടെക്നിക്? ഏത് നഗരത്തിലെ സിഗ്രാത്താണ് ഇന്നും സംരക്ഷിക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണ് സിഗ്രാത്ത് നിർമ്മിച്ചിരിക്കുന്നത്? ദ സിഗ്രാറ്റ്സ് ഇൻ ദ സിറ്റി ഓഫ് ഉർ ഈസ് സ്റ്റിൽ പ്രിസർവ്ഡ്. The walls of the ziggurats were built of burned bricks. Name the script developed in the region of Sumer in Mesopotamia. മെസോപ്പൊട്ടാമിയയിലെ സുമർ എന്ന പ്രദേശത്ത് ആരംഭിച്ച ലിപി ഏതാണ്? ക്യൂനിഫോം സ്ക്രിപ്റ്റ്, ക്യൂനിഫോം ലിപി. അടുത്ത സിവിലൈസേഷൻ്റെ പേരാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. എന്താണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ? The Egyptian civilization flourished in the valley of the river Nile. നൈൽ നദീ തീരത്താണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ വളർന്നു വന്നത്. ഈജിപ്റ്റ് ഈസ് കോൾഡ് ദ ഗിഫ്റ്റ് ഓഫ് ദ നൈൽ. ഈജിപ്തിനെ നൈലിൻ്റെ ദാനം, ദ ഗിഫ്റ്റ് ഓഫ് ദ നൈൽ എന്ന് വിശേഷിപ്പിക്കുന്നു. The hieroglyphic script
was developed in Egypt. Hieroglyphic script ഈജിപ്തിലാണ് രൂപം കൊണ്ടത്. The world famous pyramids are the most remarkable remains of this civilization. ലോകപ്രസിദ്ധങ്ങളായ പിരമിഡുകൾ ഈ സിവിലൈസേഷൻ്റെ അവശിഷ്ടങ്ങളാണ്. ഹൈറോഗ്ലിഫിക്സ്. ഇറ്റ് ഈസ് ദ സ്ക്രിപ്റ്റ് യൂസ്ഡ് ബൈ ഏഷ്യൻ ഈജിപ്ഷ്യൻസ്. പുരാതന ഈജിപ്തുകാർ ഉപയോഗിച്ചിരുന്ന ഒരു സ്ക്രിപ്റ്റാണ് ഹൈറോഗ്ലിഫിക്സ്. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് സിംബൽസ് ആൻഡ് ലെറ്റേഴ്സ് കോമൺലി റിട്ടൺ ഓൺ പാപ്പിറസ് ആൻഡ് വുഡ്. ചിഹ്നരൂപങ്ങളും അക്ഷരരൂപവും കൂട്ടിച്ചേർത്തതാണ് ഈ സ്ക്രിപ്റ്റ്. തടിയും പാപ്പിറസുമാണ് എഴുതുവാൻ ഉപയോഗിച്ചിരിക്കുന്ന പ്രതലം. കൂട്ടുകാരെ, നമുക്കിനി ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം. ഇൻ വിച്ച് റിവർ വാലി ഡിഡ് ദ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഫ്ലോറിഷ്ഡ്? ഏത് നദീതീരത്താണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ വളർന്നു വന്നത്? റിവർ നൈൽ. ഹൗ ഈസ് ഈജിപ്റ്റ് ഡിസ്ക്രൈബ്ഡ്? എങ്ങനെയാണ് ഈജിപ്തിനെ വിശേഷിപ്പിക്കുന്നത്? ദ ഗിഫ്റ്റ് ഓഫ് ദ നൈൽ. നൈലിൻ്റെ ദാനം. നെയിം ദ സ്ക്രിപ്റ്റ് ഡെവലപ്ഡ് ഇൻ ഈജിപ്റ്റ്. ഈജിപ്റ്റ് സിവിലൈസേഷൻ്റെ സ്ക്രിപ്റ്റ് എന്തായിരുന്നു? ദ ഹൈറോഗ്ലിഫിക് സ്ക്രിപ്റ്റ്. എന്താണ് ദ ഹൈറോഗ്ലിഫിക് സ്ക്രിപ്റ്റ്? അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് പിരമിഡ്സിനെ കുറിച്ചാണ്. വാട്ട് ആർ പിരമിഡ്സ്? എന്താണ് പിരമിഡ്സ്? ദ പിരമിഡ്സ് ആർ ദ ടോപ്സ് ഓഫ് ദ ഫറോവാസ്, ദ റൂളേഴ്സ് ഓഫ് ഈജിപ്റ്റ്. ഈജിപ്തിലെ ഭരണാധികാരികളായിരുന്ന ഫറോവമാരുടെ ശവകുടീരങ്ങളാണ് പിരമിഡുകൾ. വെർ ഇസ് ദ ലാർജസ്റ്റ് പിരമിഡ് സിറ്റുവേറ്റഡ്? ഏറ്റവും വലിയ പിരമിഡ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ദ ലാർജസ്റ്റ് പിരമിഡ് ഈസ് ദ വൺ അറ്റ് ഗിസ, ബിൽഡ് ബൈ ഫറോവ ഓഫ് കുഫു. കുഫു രാജാവ് നിർമ്മിച്ച ഗിസയിലെ പിരമിഡാണ് ഇവയിൽ ഏറ്റവും വലുത്. നമ്മളിപ്പോൾ മെസൊപ്പൊട്ടാമിയൻ സിവിലൈസേഷനെ കുറിച്ച് പഠിച്ചു, ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ കുറിച്ച് പഠിച്ചു. ഇനി നമുക്ക് ചൈനീസ് സിവിലൈസേഷനെ കുറിച്ച് പഠിക്കാം. എന്താണ് ദ ചൈനീസ് സിവിലൈസേഷൻ? ദ ചൈനീസ് സിവിലൈസേഷൻ ഫ്ലോറിഷ്ഡ് ഇൻ ദ ഹൊയാങ്ഹോ റിവർ വാലി. ഹൊയാങ്ഹോ നദീ തീരത്താണ് ചൈനീസ് സിവിലൈസേഷൻ നിലനിന്നിരുന്നത്. ഇറ്റ് ഈസ് റിമാർക്കബിൾ ദാറ്റ് ദ ചൈനീസ് പിക്ടോഗ്രാഫിക് സ്ക്രിപ്റ്റ് ഫോംഡ് ഇൻ ദ ബ്രോൺസ് ഏജ് എക്സിസ്റ്റ് ഈവൻ ടുഡേ വിത്ത് സം ചേഞ്ചസ്. ബ്രോൺസ് ഏജിൽ രൂപപ്പെട്ട ചൈനീസ് സ്ക്രിപ്റ്റാണ് മാറ്റങ്ങളോടെ ഇന്നും ചൈനയിൽ നിലനിൽക്കുന്നത്. ദ ചൈനീസ് വർ എക്സ്പേർട്സ് ഇൻ മേക്കിംഗ് ബ്രോൺസ് സ്കൾപ്ചേഴ്സ്. ബ്രോൺസിനെ കൊണ്ടുള്ള ശില്പങ്ങൾ നിർമ്മിക്കുന്നതിൽ ചൈനീസുകാർ വിദഗ്ധരായിരുന്നു. കൂട്ടുകാരെ ഒരു ചിത്രം കാണുന്നില്ലേ? ഇത് ചൈനീസ് ബ്രോൺസ് സ്കൾപ്ചറിലെ ഒന്നാണ്. ഇനി നമുക്ക് അവസാനമായി പഠിക്കാനുള്ള സിവിലൈസേഷൻ്റെ പേരാണ് ദ ഹാരപ്പൻ സിവിലൈസേഷൻ. എന്താണ്? The Harappan civilization. The Harappan civilization flourished in the valley of the river Indus. Indus നദീ തീരത്തിലാണ് ഹാരപ്പൻ സിവിലൈസേഷൻ നിലകൊള്ളുന്നത്. The major sites of this civilization are situated in the present India and Pakistan. ഹാരപ്പൻ സിവിലൈസേഷനിലെ പ്രദേശങ്ങൾ ഇന്നത്തെ ഇന്ത്യയിലും പാകിസ്ഥാനിലുമാണ് ഉള്ളത്. Town planning was a striking feature of the Harappan civilization. ഹാരപ്പൻ സിവിലൈസേഷനിലെ ടൗൺ പ്ലാനിംഗ്, അതായത് നഗരാസൂത്രണം മികച്ചതായിരുന്നു. The thoroughfares, drainage system, granaries, trade centers, multi-storied houses made of burned bricks, etc. astonish even the modern world. അക്കാലത്തെ തെരുവുകൾ, അഴുക്കുചാലുകൾ, താനപ്പുരകൾ, കച്ചവട കേന്ദ്രങ്ങൾ, ചുടുകട്ടകൾ കൊണ്ട് നിർമ്മിച്ച 2 നില വീടുകൾ എന്നിവ ഇന്നത്തെ ലോകത്തെ പോലും അത്ഭുതപ്പെടുത്തുന്നവയാണ്. ദ ഹാരപ്പൻ പീപ്പിൾ വർ ഫെമിലിയർ വിത്ത് ദ ആർട്ട് ഓഫ് റൈറ്റിംഗ്. ഹാരപ്പയിലെ ജനങ്ങൾക്ക് എഴുത്തുവിദ്യ, ആർട്ട് ഓഫ് റൈറ്റിംഗ് അറിയാമായിരുന്നു. മൊഹൻജോദാരോ, ഹാരപ്പ, കാലിബംഗൻ, ലോഥാൾ were the major cities of the Indus Valley civilization. മൊഹൻജോദാരോ, ഹാരപ്പ, കാലിബംഗൻ, ലോഥാൾ തുടങ്ങിയവ ഹാരപ്പൻ സിവിലൈസേഷനിലെ പ്രധാന നഗരങ്ങളായിരുന്നു. കൂട്ടുകാരെ, ഹാരപ്പൻ സിവിലൈസേഷൻ്റെ മറ്റൊരു പേരാട്ടോ ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇനി നമുക്ക് ഗ്രേറ്റ് ബാത്തിനെ കുറിച്ച് പഠിക്കാം. ദി ഗ്രേറ്റ് ബാത്ത് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് റിമെയിൻസ് ഓഫ് ദ ഹാരപ്പൻ സിവിലൈസേഷൻ. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ മൊഹൻജോദാരോ. ഹാരപ്പൻ സിവിലൈസേഷൻ്റെ പ്രധാന അവശിഷ്ടങ്ങളിലൊന്നാണ് ഗ്രേറ്റ് ബാത്ത്. മൊഹൻജോദാരോയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇൻ വിച്ച് റിവർ വാലി ഡിഡ് ദ ഹാരപ്പൻ സിവിലൈസേഷൻ ഡെവലപ്ഡ്?
ഏത് നദീ തീരത്താണ് ഹാരപ്പൻ സിവിലൈസേഷൻ നിലനിന്നിരുന്നത്? ഇൻ ദ വാലി ഓഫ് ദ റിവർ ഇൻഡസ്. കൂട്ടുകാരെ, അടുത്ത പേജിൻ്റെ മുകളിലായിട്ടൊരു ചോദ്യം തന്നിട്ടുണ്ട്, നമുക്കതൊന്ന് വായിച്ചാലോ. ഹ്യൂമൻ ലൈഫ് അണ്ടർവെന്റ് ചേഞ്ചസ് വെൻ ഇറ്റ് പ്രോഗ്രസ്ഡ് ഫ്രം ദ നിയോളിത്തിക് ഏജ് ടു ദ ബ്രോൺസ് ഏജ്. വാട്ട് ആർ ദേ? നിയോളിത്തിക് ഏജിൽ നിന്ന് ബ്രോൺസ് ഏജിലെത്തുമ്പോൾ മനുഷ്യജീവിതം എന്തെല്ലാം മാറ്റങ്ങൾക്ക് വിധേയമായി? ടൂൾസ് ആൻഡ് വെപ്പൺസ് വർ മെയ്ഡ് യൂസിങ് കോപ്പർ ആൻഡ് ബ്രോൺസ്. ബ്രോൺസും കോപ്പറും കൊണ്ടുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും അവരുണ്ടാക്കി. ന്യൂ ടൂൾസ് ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ. ഇൻക്രീസ് ഓഫ് പ്രൊഡക്ഷൻ ഇംപ്രൂവ്ഡ് ദ ലൈഫ് കണ്ടീഷൻസ് ഓഫ് മാൻ. പുതിയ പുതിയ ആയുധങ്ങളുടെ ഉൽപാദനം വർദ്ധിച്ചു. ട്രേഡ് റിലേഷൻസ് വിത്ത് ഫോറിൻ കൺട്രീസ് ബിഗാൻ. വിദേശ രാജ്യങ്ങളുമായി കച്ചവട ബന്ധങ്ങൾ തുടങ്ങി. ഒക്യുപ്പേഷൻസ് സച്ച് ആസ് ബ്രിക്ക് മേക്കിംഗ് ആൻഡ് ക്ലോത്ത് വീവിംഗ് ബിഗാൻ. ഇഷ്ടിക നിർമ്മാണവും വസ്ത്രനെയ്ത്തും ആരംഭിച്ചു. ഇതുപോലെ മനുഷ്യജീവിതം മറ്റു കുറേ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. കൂട്ടുകാർ അതെല്ലാം കണ്ടെത്തി കൂട്ടുകാരുടെ നോട്ട്ബുക്കിൽ എഴുതണം. ഇനി നമുക്ക് ലെറ്റർ സക്സസ് പരിചയപ്പെടാം. കമ്പയർ ദ കോൺട്രാസ്റ്റ് ദ ടൂൾസ്, ഇംപ്ലിമെൻറ്റ്സ് ആൻഡ് വെപ്പൺസ് ഓഫ് ദ പാലിയോളിത്തിക് ഏജ് വിത്ത് ദോസ് ഓഫ് ദ നിയോളിത്തിക് ഏജ്. പാലിയോളിത്തിക് ഏജിലെ ആയുധങ്ങളെയും ഉപകരണങ്ങളെയും നിയോളിത്തിക് ഏജിലെ ആയുധങ്ങളും ഉപകരണങ്ങളുമായി താരതമ്യം ചെയ്യാം. പാലിയോളിത്തിക് ഏജിലെ ആയുധങ്ങളും ഉപകരണങ്ങളും എങ്ങനെയായിരുന്നു? നോട്ട് ഷാർപ്പ്, കൂർത്തതല്ലായിരുന്നു. റഫ് വെപ്പൺസ്, പരുക്കൻ ആയുധങ്ങളായിരുന്നു. സ്റ്റോൺ ഫ്രം ദ നേച്ചർ വാസ് യൂസ്ഡ്, കല്ലുകളാണ് അവർ ഉപയോഗിച്ചിരുന്നത്. നിയോളിത്തിക് ഏജിലെ ആയുധങ്ങളും ഉപകരണങ്ങളും എങ്ങനെയായിരുന്നു? ഷാർപ്പ് വെപ്പൺസ്, കൂർത്ത ആയുധങ്ങളായിരുന്നു. പിന്നെയോ പോളിഷ്ഡ് വെപ്പൺസ്, മിനുസപ്പെടുത്തിയ ആയുധങ്ങളും. ഷേപ്പ് ആൻഡ് സൈസ് കുഡ് ബി ചേഞ്ച്ഡ് അക്കോർഡിംഗ് ടു നീഡ്സ്. ആയുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും ആകൃതിയും വലുപ്പവും ആവശ്യത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി. അടുത്ത ചോദ്യം എന്താണ്? വാട്ട് വർ ദ ചേഞ്ചസ് ബ്രോട്ട് അബൌട്ട് ഇൻ ദ ഹ്യൂമൻ ലൈഫ് ഇൻ ദ നിയോളിത്തിക് ഏജ് വിത്ത് ദ ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ. കൃഷി ചെയ്യാൻ ആരംഭിച്ചതോടെ നിയോളിത്തിക് ഏജിലെ ജനതയുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത്? ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസ്, മൃഗങ്ങളെ വളർത്തി. മെയ്ഡ് ആൻഡ് യൂസ്ഡ് എർത്തേൺ പോട്ട്സ്, അവർ എർത്തേൺ പോട്ട്സ് ഉണ്ടാക്കുകയും അത് ഉപയോഗിക്കുകയും ചെയ്തു. വീൽസ് വർ യൂസ്ഡ്, അതിനായിട്ട് അവർ ചക്രങ്ങൾ ഉപയോഗിച്ചു. വീവിംഗ് ഓഫ് ക്ലോത്ത്സ്, തുണി നെയ്ത്ത് തുടങ്ങി. പീപ്പിൾ എൻഗേജ്ഡ് ഇൻ ഫാമിംഗ്, ജനങ്ങൾ കൃഷിയിലേർപ്പെട്ടു. അവസാനത്തെ ചോദ്യം എന്താണ്? ലിസ്റ്റ് ഔട്ട് ദ വാരിയസ് ഒക്യുപ്പേഷണൽ ഫീൽഡ്സ് ഡെവലപ്ഡ് ഇൻ ദ ബ്രോൺസ് ഏജ്. ബ്രോൺസ് ഏജിൽ രൂപം കൊണ്ട തൊഴിൽ മേഖലകൾ കണ്ടെത്തി എഴുതാം. ഏതൊക്കെയാണ്? വെപ്പൺ മേക്കിംഗ്, കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, ബ്രിക്ക് മേക്കിംഗ്, വീവിംഗ്, റിയറിംഗ് ഓഫ് ആനിമൽസ്, ട്രേഡ്, പോറ്ററി. കൂട്ടുകാരെ, പാഠം അവസാനിച്ചു. ഇന്നെടുത്ത എല്ലാ കാര്യങ്ങളും ഒന്നും കൂടി വായിച്ചു പഠിക്കണം. കൂട്ടുകാരെ, ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്താലേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.